ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മാരനെ കാത്തിരിക്കുന്ന മണവാട്ടിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ. ശുക്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ശുക്രിയുടെ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു. നിലമ്പൂർ RTO ഓഫീസിൽ നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാൻ ടോക്കൺ ലഭിച്ചിട്ടും ടെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കാത്തതോടെ അപേക്ഷകർ RTO ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ചു. ഇതോടെ രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ മണിക്കൂറുകളോളം വൈകി. 135 ആൾക്ക് ഇവർ ഡേറ്റ് തന്നതാണ്. ഗവൺമെൻറ് തന്ന ഡേറ്റാണ്. ആ ഡേറ്റിനാണ് ഞങ്ങൾ പല സ്ഥലത്തു നിന്ന് പല പരിപാടികൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഈ വന്നത്. ഇവർ 80 ആൾക്ക് ടെസ്റ്റ് നടത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഈ ബാക്കിയുള്ളവരെടുത്ത റിസ്കിന് എന്താ വരാം? ഏത് മാനദണ്ഡ പ്രകാരം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് അതിനൊരു ചാൻസ് തരാമെന്ന് അവർക്കതില്ല. 140ഓളം പേർക്കാണ് തിങ്കളാഴ്ച ടെസ്റ്റിൽ പങ്കെടുക്കാനായി ഓൺലൈൻ വഴി ടോക്കൺ ലഭിച്ചത്. അതനുസരിച്ച് നിലമ്പൂർ താലൂക്കിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും വനിതകൾ ഉൾപ്പെടെയുള്ളവർ RTO കാര്യാലയത്തിന് സമീപത്തെ ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരുടെ കുറവ് കാരണം 80 പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാവൂ എന്ന് അധികൃതർ അറിയിച്ചതോടെയാണ് പ്രതിഷേധമുയർന്നത്. 3-4 മാസം കഴിഞ്ഞിട്ട് ലേണേഴ്സ് പുതുക്കിയിട്ട് വന്നവരാണ് ഞങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഈ ഡേറ്റ് കിട്ടി വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് വീണ്ടും ഇത് പുതുക്കേണ്ടി വരും. എത്ര രൂപ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്? ഇനിയും ഞങ്ങൾ ട്രയൽ എടുക്കാന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ പൈസ കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളുകാരൊന്നും നടത്തി തരില്ലല്ലോ. അപ്പം ഞങ്ങൾ ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ ഞങ്ങൾക്കൊരു ഡേറ്റ് പോലും പറഞ്ഞു തരുന്നില്ല. നാളെ വരാൻ പറയുകയാണെങ്കിൽ ഒക്കെ ഞങ്ങളൊന്ന് പോവാം. പക്ഷേ ഈ ശബരിമല സീസൺ ആണെന്ന് പറയുന്നത് ഈ ഓൺലൈനിൽ കൊടുക്കുമ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു ഈ മാസം ഏതാണെന്നുള്ളത്. ഡേറ്റ് കൊടുക്കുമ്പോൾ ഇത്ര ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനുള്ളത് ഒരു മുമ്പേ ചെയ്യണമായിരുന്നു. ഇന്നിപ്പം ഞങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറല്ല. ഞാനൊക്കെ ഇവിടെ 6:30 വന്ന് നിൽക്കുന്നതാണ്. ഇത്ര നേരമായിട്ടും ഒന്നും ഞങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാതെ. ബാക്കിയുള്ളവർക്ക് എന്ന് ടെസ്റ്റ് നടത്താനാവുമെന്നതിലും അനിശ്ചിതത്വമായിരുന്നു. മുഴുവൻ പേർക്കും ടെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ പങ്കെടുക്കുകയുള്ളൂവെന്ന അപേക്ഷകരും തീരുമാനിച്ചതോടെയാണ് നടപടികൾ വൈകിയത്. ഒടുവിൽ ടോക്കൺ ലഭിച്ച 35 പേർക്ക് മറ്റൊരു ദിവസം അനുവദിച്ചതോടെയാണ് ഏറെ വൈകി നടപടികൾ പൂർത്തിയാക്കാനായത്. സർക്കാർ തീരുമാനപ്രകാരം ഓരോ ഉദ്യോഗസ്ഥനും എടുക്കേണ്ട ടെസ്റ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വരെ അധിക ഉദ്യോഗസ്ഥരും ഇതിനായി ഓഫീസിലുണ്ടായിരുന്നു. എന്നാൽ ഇവരെ പെട്ടെന്ന് പിൻവലിച്ചതാണ് നിലവിലെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ടോക്കൺ ലഭിച്ച പ്രകാരം ജോലിക്കാരുൾപ്പെടെ ലീവ് എടുത്താണ് ടെസ്റ്റിനായി എത്തിയിരുന്നത്. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടുവെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതേ പ്രശ്നങ്ങൾ ഉയരാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.